ഹായ് ഗായ്സ്, വളരെ പെട്ടെന്ന് നമുക്കൊരു ഓണം പോസ്റ്റർ സെറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്കൊരു അടിപൊളി ഓണം പോസ്റ്റർ നമുക്ക് സെറ്റ് ചെയ്യാം. ടർബോ സ്റ്റൈലാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കസ്റ്റമായി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് എങ്ങനെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്ത എല്ലാ മെറ്റീരിയൽസും ടെലഗ്രാമിൽ ഉണ്ടാവും. ഞാൻ ലിങ്ക് താഴത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി മാവേലിന്റെ PNG ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മാവേലിന്റെ PNG ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് സൈസ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ നമുക്ക് അടിയിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഞാൻ അടിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായി കൊടുക്കേണ്ടത് പറഞ്ഞത് ടെർബോ ഓണം എന്നുള്ളതാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ടെർബോന്റെ PNG ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ടെർബോന്റെ PNG ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിലത്തെ ബ്ലാക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ മുകളിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഓണം എന്നുള്ള മലയാള ഫോണ്ടാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കോഡ് FM ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓണം എന്ന് ടൈപ്പ് ചെയ്യാം മലയാളത്തിൽ. എന്നിട്ട് നമ്മൾ കോപ്പി ചെയ്തതിനു ശേഷം നമ്മൾ പിക്സൽ ലാബിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് പറ്റിയൊരു കളർ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു യെല്ലോ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു നല്ല മലയാളം ഫോണ്ട് സെറ്റാക്കുക. അപ്പോൾ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ടീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് നമുക്കൊരു ഓണം പോസ്റ്റർ തയ്യാറാക്കാം. വെറും 2 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ പോസ്റ്റർ ഡിസൈൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.